ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശിൻ്റെ വഴിയിലെ പുതിയ പുസ്തകത്തിൽ ഒരു 15-ാം സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈശോ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇനി ഉത്ഥാനമാണെന്നേ. നമുക്ക് ഇങ്ങനെയൊക്കെ കിടന്നാൽ മതി. ഒരു ഈസ്റ്റർ ആഘോഷിക്കണ്ടേ? ഒരു ഉയർപ്പ് ആവശ്യമില്ലേ നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ഈസ്റ്റർ ആഘോഷിക്കണമെങ്കിൽ ഈ ഉയർപ്പിൻ്റെ അനുഭവം ഉണ്ടാവണേ. ശരിക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വെച്ചിട്ട് നമുക്ക് എന്താ മാറ്റം? നമുക്ക് ഒരു മാറ്റവും വരണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൊട്ട് മുൻപിൽ നിന്നിട്ട് മഗ്ദലേന മറിയം കരഞ്ഞുകൊണ്ടിരിക്കണം നമ്മൾ കാണും. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടും ഈ ശിഷ്യന്മാർ മുഴുവൻ വാതിലടച്ച് കുറ്റിയിട്ട് പേടിച്ചിരിക്കുന്നത് നമ്മൾ കാണും. കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിന് ഈസ്റ്റർ ഉണ്ടാവണമെങ്കിൽ, എൻ്റെ ജീവിതത്തിന് ഒരു ഉയർപ്പുണ്ടാവണമെങ്കിൽ ഉദ്ധാനം ചെയ്തവനെ കണ്ടുമുട്ടണം. അവനെ കണ്ടുമുട്ടുന്നതോടുകൂടി വരുന്നൊരു മാറ്റത്തിന് പറയുന്ന പേരാണ് ഈസ്റ്റർ. ശരിക്കും ഈസ്റ്റർ ആഘോഷിക്കണമെങ്കിൽ ഇനി പ്രാർത്ഥിക്കാനുള്ളത് ഉദ്ധാനം ചെയ്ത കർത്താവിനെ ഒന്ന് കാണാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കുരിശിൻ്റെ വഴിയുടെയൊക്കെ അങ്ങേയറ്റത്ത് തമ്പുരാനെ, ഉദ്ധാനം ചെയ്ത് മരണത്തെ തോൽപ്പിച്ച് നിൽക്കുന്ന നിന്നെ കാണാനുള്ള, നിന്റെ മഹത്വം ദർശിക്കാനുള്ള കൃപ തരണമേ എന്നതല്ലെങ്കിൽ ഞങ്ങളെ കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടവരായി ഇങ്ങനെ മരവിച്ച് ജീവിക്കും. ഇവിടെ ഉദ്ധാനം ചെയ്തവനെ കാണുന്നതോടുകൂടെ കർത്താവ് ചോദിക്കുന്ന കാര്യം, നീ എന്തിനാ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണേ? സ്ത്രീയെ, നീ എന്തിനാ കരയണേ? അല്പവിശ്വാസികളെ, നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നത് എന്തിനാ? കർത്താവ് ചോദിക്കുന്ന കാര്യം അതാണ്. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തിട്ടുണ്ട്. ഇങ്ങനെ ഉദ്ധാനം ചെയ്തവനെ ഒന്ന് കണ്ടുമുട്ടാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ കണ്ടുമുട്ടുന്നതോടുകൂടി അത്രയും നേരം കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന മഗ്ദലേന മറിയം, ഞാൻ ഉദ്ധാനം ചെയ്തവനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ആദ്യത്തെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി, ഉദ്ധാനം ചെയ്തവനെ വിളിച്ചു പറയുന്ന സുവിശേഷകയായി, സുവിശേഷകന്മാരോട് പോലും ഈശോയുടെ ഉയർപ്പിനെ പറ്റി വിളിച്ചു പറയാൻ കരുത്ത് കിട്ടുന്നൊരു സ്ത്രീയായി, സുവിശേഷകന്മാരുടെ സുവിശേഷകയായി മാറുന്നത് കാണണില്ലേ? സങ്കടത്തോടുകൂടെ എമ്മാവൂസിലേക്ക് പോയിരുന്ന ശിഷ്യന്മാർ ഈ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അത്രയും നേരം ഇവർക്ക് കാണാൻ പറ്റണില്ല, ഇവർക്ക് മനസ്സിലാവണില്ല, അവരുടെ സംസാരം മുഴുവൻ നിരാശയാണ്. പക്ഷേ കർത്താവിനെ കണ്ടും അവർ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ, ഞങ്ങൾ ഉദ്ധാനം ചെയ്തവനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ജെറുസലേമിലേക്ക് പോകുന്നൊരു കാഴ്ചയുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇതാണ് ഈസ്റ്റർ. ഉയർത്ത കർത്താവിനെ കണ്ടുമുട്ടുന്ന അനുഭവത്തിനാണ് ആ ഈസ്റ്ററിൻ്റെ സന്തോഷം തരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. പ്രാർത്ഥന അതാണ്. ഈ കുരിശു വഴികൾക്കൊക്കെ ശേഷം അവൻ്റെ ഉദ്ധാനം കണ്ട് ആനന്ദിക്കുവാനുള്ള, അങ്ങനെ പ്രത്യാശയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരുപാട് നേരത്തെ ഉദ്ധാന തിരുനാളിൻ്റെ ആനന്ദവും അനുഗ്രഹവും നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.